അച്ഛനും ഇളയ മോനും തന്ന സമ്മാനം രണ്ടുപേരും പിടിച്ചിട്ടടിച്ച് രണ്ടുപേരും പിടിച്ചിട്ടടിച്ചതാ. മാലയും കുത്തി ഇറങ്ങിപ്പം പറഞ്ഞില്ലേ ഫാമിലി വ്ലോഗുകൾ സാധാരണയായിട്ട് കാണുന്ന ഒരു അഭിനയമാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു, നിങ്ങൾക്ക് തോന്നിയേക്കും. പക്ഷേ അതല്ല എന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ ഒരു ഫാമിലിയിലെ നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം നല്ല വ്യൂവേഴ്സ് ഉള്ള ഒരു ഫാമിലി വ്ളോഗേഴ്സാണ്. ഈ ഫാമിലി വ്ളോഗിന്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇതൊരു കൂട്ടുത്തരവാദിത്തത്തിന്റെ ഒരു വലിയ വിഷയമുണ്ട്. അതിൽ പൈസ കിട്ടുന്ന പരിപാടിയാണ് നമ്പർ 1. അവരെന്ത് വീഡിയോ ഇടുകയാണെങ്കിലും പൈസ കിട്ടും. സ്വാഭാവികമായിട്ട് ഒരു ഫാമിലി വ്ളോഗ് തുടങ്ങുക എന്ന് പറയുകയും അത് തുടങ്ങുകയും അത് ഏറെക്കാലം ഒരേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രയാസമുള്ള സംഗതിയാണ്. കാരണം ഇതിന് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് 1 പണം തന്നെയാണ്, 2 ഇതിലെ അഭിനയമാണ്, 3 ഇതിന്റെ കൺസിസ്റ്റൻസിയാണ്. ഓരോ ദിവസവും എന്ന രീതിയിലേക്ക് ഈ ഫാമിലി വ്ളോഗിന് ഇവർക്ക് കൃത്യമായിട്ടും വിഷയം വേണം. വീടെന്ന് പറയുന്നത് 24 മണിക്കൂറും ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരു ഇടമൊന്നുമല്ല, ഒരിക്കലാവില്ല. നമുക്കെന്നെ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. 24 മണിക്കൂറും ഭയങ്കര സന്തോഷത്തോട് ജീവിക്കുന്ന ആളുകളൊന്നല്ല ഒരു വീട്ടിലുള്ളത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും ഏതെങ്കിലും ഒരു വീട്ടിൽ ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ ഫാമിലി വ്ളോഗ് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലായ്പ്പോഴും പൊള്ളിയാണ്, ആ ഫാമിലി ഭയങ്കര കിടുവാണ്. അപ്പോൾ ആളുകൾ ഇങ്ങനെ പല കാര്യത്തിൽ ഇടപെടും. നിങ്ങൾ അത് ചെയ്ത് ശരിയായില്ല, അച്ഛൻ ആ വാക്ക് പറഞ്ഞ് ശരിയായില്ല, നിങ്ങളിട്ട ഡ്രസ്സിൻ്റെ ആ കളർ ശരിയല്ല, ഇന്ന ഡ്രസ്സ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന രീതിയിലൊക്കെ ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടു. നമ്മുടെ ഫാമിലി ഒരു വ്ളോഗായിട്ടാണ് മാറുകയാണ് ആൾക്കാരുടെ മുമ്പിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വയ്ക്കുന്ന കാര്യം, 1, എല്ലായ്പ്പോഴും സന്തോഷമല്ലാത്ത, എല്ലായ്പ്പോഴും ഇങ്ങനെ ഭയങ്കര ഹാപ്പിയായിട്ട് ചില്ലായിട്ട് പോകുന്ന കുടുംബങ്ങളൊന്നല്ല നമ്മുടെ ചുറ്റുള്ളത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കും, പല മൂഡിലായിരിക്കും പല ആളുകളും. ഒരു ദിവസം അമ്മ വേറെ മൂഡിലായിരിക്കും, അച്ഛൻ വേറെ മൂഡിലായിരിക്കും, മക്കൾ വേറെ മൂഡിലായിരിക്കും, കൊച്ചുമക്കൾ വേറെ, ഭാര്യ വേറെ മൂഡിലായിരിക്കും. ഇങ്ങനെ പല അവസ്ഥയിലായിരിക്കും പല ആളുകളും. ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവരൊക്കെ ആളുകളൊക്കെ ഏതാണ് അവസ്ഥ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഫാമിലി വ്ളോഗിൽ ഭയങ്കര സന്തോഷങ്ങൾ മാത്രം കാണിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇങ്ങനെ സന്തോഷം മാത്രം കാണിക്കണമെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യണ്ടേ, അതൊരു കൺസെപ്റ്റ് ഉണ്ടാക്കണ്ടേ, ഒരു ഐഡിയ ഉണ്ടാക്കണ്ടേ, ഇന്നതൊക്കെ പറയണം. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഈ അച്ഛനും അമ്മയ്ക്കും ഇവർ സാധാരണ ആളുകളാണ്, ഇവർക്ക് ഇങ്ങനെ അഭിനയിച്ചൊന്നും പരിചയമില്ല. അപ്പൊ ഇതെന്തായാലും അഭിനയമാണ്. ഇവരൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം, ഇന്ന ഡയലോഗ് ഇന്ന രീതിയിലൊക്കെ പറയണം, അപ്പൊ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയും, അതിൽ ഇങ്ങനെയൊക്കെ മറുപടി പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസവും കൺസെപ്റ്റ് ഉണ്ടാക്കണം, ഓരോ ദിവസം ഇവരെ പഠിപ്പിക്കണം, ഇതിനായിട്ട് സമയം ചെലവഴിക്കണം. അപ്പോൾ ഇത് സമയം ചെലവഴിക്കണം. ഒരാളെ മനസ്സിൽ നിന്ന് കൺസെപ്റ്റ് വരും, ഒരാൾ അഭിനയിക്കും, ഒരാളത് വീഡിയോ ഷൂട്ട് ചെയ്യും. ആ ഷൂട്ട് ചെയ്തെല്ലാം എടുത്തിട്ട് പിന്നീട് എഡിറ്റ് ചെയ്യണം, അത് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ കിട്ടുന്ന വരുമാനം എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കേണ്ടതാണ്. അത് ഏതെങ്കിലും ഒരാൾക്ക് മാത്രം എടുക്കേണ്ട കാര്യമല്ല. കാരണം ഒരാൾ മാത്രം ഉണ്ടെങ്കിൽ ഒരു ഫാമിലി വ്ളോഗ് ഒന്നാവില്ല. അതിൽ അഭിനയിച്ച ഒരു ചെറിയ ആൾക്ക് പോലും, ചെറിയ കുട്ടിക്ക് പോലും ഈക്വലായിട്ടുള്ള ഷെയർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം വരിക എപ്പോഴാണെന്നൊക്കെ എനിക്ക് തോന്നുന്നത്, ഇതൊക്കെ പണം എന്നുള്ള സംഗതി വരുമ്പോഴായിരിക്കും ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരിക. എനിക്ക് തോന്നുന്നത് ഈ വീട്ടിലും ഈ വിഷയങ്ങളൊക്കെ വന്നു തുടങ്ങിയത് ഇതോടുകൂടി തന്നെ ആയിരിക്കണം, പണത്തിന്റെ വിധനത്തെ കുറിച്ചിട്ടായിരിക്കണം. പിന്നീട് പറയുന്നത്, ഇപ്പൊ ആ പെൺകുട്ടി ഇങ്ങനെ ഗംഭീരമായിട്ട് ഇരുന്ന് കരയുന്നുണ്ട്. ആ കരയുന്ന പെൺകുട്ടിയുടെ അവസ്ഥ കേട്ടുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ പെൺകുട്ടിയെ അതിഭീകരമായിട്ട് ആ വീട്ടുകാര് ഉപദ്രവിച്ചിട്ടുണ്ട്. ആ ഒരു സംഗതി നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പൊ എന്താ, ഈ പെൺകുട്ടി കരച്ചതിന് ശേഷം ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു വീഡിയോ, ഇത് നമ്മുടെ അതുൽ എന്നല്ലേ, അതുൽ വ്ളോഗ്സ്, സോറി അനന്തു, ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നത് അനന്തുവിന്റെ ഒരു വീഡിയോ ആണ്. അതൊന്ന് കട്ട് ചെയ്ത് ഭാഗം നിങ്ങൾക്ക് കാണിക്കുന്നത്. അനന്തു ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. എത്ര ചീത്ത വിളിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി കാണാൻ പോകുന്നത്
ഈ ഫാമിലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു രണ്ടുപേര്, ഒരു ഭാര്യയും ഭർത്താവും പുറത്താക്കപ്പെടുന്നു. അവർ പിന്നീട് പറയുന്നു ഇങ്ങനെ പുറത്താക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ആ വീട്ടിലത്തെ അവൻ്റെ അനിയൻ, നന്നായി ഡാൻസ് കളിക്കുന്ന ആൾക്കാരാണ്, അനിയൻ ഒരു പുതിയ ചാനൽ തുറന്നു. ഭയങ്കര പ്ലാനിങ് ആണ് കേട്ടോ, ഭയങ്കര കണ്ണിങ് ആണ്. ഇനി ഇതൊക്കെ കൂടിയിട്ട് വീണ്ടും അടുത്തായിട്ട് എനിക്ക് തോന്നുന്ന ഒരു വേറെ കാര്യം പറയാം, രണ്ടുപേരും കൂടി ഒരുമിപ്പിക്കുന്ന ഒരു വീഡിയോ കൂടി നമ്മൾ കാണേണ്ടത് ദുരന്തങ്ങളാണ്. കാരണം ഞങ്ങൾ ഇതൊക്കെ വെറും പ്രാങ്ക് അടിച്ചതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അപ്പോഴത്തേനും മറ്റവന്റെ ചാനൽ അത്യാവശ്യം കയറിയിട്ടുണ്ട്. ആരും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ അഡ്രസ് കൊടുക്കരുത്, നീ കുഞ്ഞിന് ഇവിടുത്തെ അഡ്രസ് കൊടുക്കരുതെന്ന് ഞാനോ അച്ഛനോ അമ്മയോ ആരും പറഞ്ഞിട്ടില്ല. അവന്റെ വീടാണിത്, ഇത് ഇവന്റെ വീടല്ലേ. ഇവന് ഇവിടെ ഒന്ന് താമസിക്കേണ്ട എന്താ ബുദ്ധിമുട്ട്? ഈ വീടിന്റെ ആവശ്യം ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ താമസിച്ച് വന്ന വഴി പറഞ്ഞാൽ ഒരു കുഞ്ഞു വീട് ഇവിടെ. അത് എനിക്കെന്തിനാ ഇത്രയും വലിയ, എനിക്ക് താമസിക്കാൻ എന്തിനീ ഇത്രയും വലിയ? ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന്. ഞങ്ങൾ മക്കളുടെ സന്തോഷം, ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചത്. ഞങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ചു ഈ നിമിഷം വരെ. ഇവിടെ അച്ഛനും അമ്മയും കൊച്ചു അടക്കം എന്ന് പറയുന്നത് ഓക്കെ, അവൻ ഇവിടെ താമസിക്കാം, അവന് വേണ്ടിയിട്ടാണ് വീട്. പക്ഷെ ഒരു തവണ പോലും മൃദുല ഇവിടെ താമസിക്കണമെന്നൊന്നും ഇവർ ആ ഒരു വീടിനകത്ത് മൃദുലയുടെ പേര് പോലും പറയുന്നില്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും മൃദുലയുടെ എത്രമാത്രം വെറുപ്പാണ് ഇവർക്കുള്ളത്. ഇങ്ങനെ പറയുന്ന ഈ അച്ഛനും അമ്മയും യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞതെന്ന് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. സീരിയസ്ലി നിങ്ങളൊന്ന് കേട്ടു. തറയിലടിച്ച് സത്യം ചെയ്തിട്ട് ഉണ്ടാക്കിയ വീടാ, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇറങ്ങിക്കൊണ്ട. തറയിലടിച്ച് സത്യം ചെയ്തിട്ട് പറയുന്നതാണ്. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ തറയിലടിക്കാൻ സൗണ്ട് വരുന്നത്. ഞാൻ പറയുന്നു എവിടെ പോകും, എവിടെ പോകും? എന്തിനു വിളിക്കണം അവള്? അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. എന്റെ പെണ്ണുമ്പളെ നല്ല പുള്ളിയൊന്നും അല്ല. അവളെ അടിച്ചെന്നാ, അവൻ ചീത്ത വിളിച്ചാണുമായിരിക്കും. അവളെ അടിച്ചെന്ന് ആരടിച്ച്? വേറെ വല്ലവരും ആയിരുന്നെങ്കിലും അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു. ആ മാതിരിയുള്ള തോന്നിയ ദിവസം അവളോട് പറയാം, ഇനി മേല അവള് ഈ വീടിന്റെ അകത്ത് കയറാൻ പറ്റില്ല, നീ കയറണ്ട, നീ എവിടെയാന്ന് വെച്ചാൽ താമസിച്ചോ. ഒരു ഊള കുടുംബം എന്നല്ലാതെ വേറെ പറയില്ല. ഒരു ഫാമിലിയുള്ള വിഷയങ്ങൾ പലപ്പോഴും നമ്മളൊക്കെ ആലോചിക്കുക, നമ്മൾ ആ ഒരു വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങണം എന്നാണ്. പലപ്പോഴും അത് മറ്റുള്ളവരെ കേൾക്കണം, അയൽവാസികൾ കേൾക്കണം, നാട്ടുകാർ കേൾക്കണം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. അത് അവിടെ തന്നെ ഒതുങ്ങി അവിടെ തന്നെ നമുക്ക് തീർക്കപ്പെടണം. പലപ്പോഴും ഫാമിലി എന്നൊക്കെ പറയുന്നത് ബിഹൈൻഡ് ദ ക്ലോസ്ഡ് ഡോർ എന്നൊക്കെ പറയും. ഒരു അടച്ചിട്ട വാതിലിന്റെ ഉള്ളിലാണ്, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന അവിടെ തന്നെ ഒതുങ്ങി തീർന്നു കഴിഞ്ഞാൽ അത്ര നല്ല കാര്യം എന്നാണ് പറയാം. പക്ഷേ ഇതിപ്പോൾ നാട്ടുകാർ മുഴുവൻ പറയിപ്പിക്കുകയാണ്, നാട്ടുകാരെ മുഴുവൻ അറിയിപ്പിക്കുകയാണ്, അയൽവാസികൾ, നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും അറിയാണ്. ഇത്ര കാലം നമ്മൾ റീലുകളൊക്കെ വെച്ച് കണ്ടിരുന്ന ഏറ്റവും നല്ല മാതൃകാ കുടുംബം എന്ന രീതിയിലൊക്കെ ആളുകളൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന ആ ഒരു കുടുംബത്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഭീകരമായിട്ട് ഇത്തരം പൊട്ടിത്തെറിലുണ്ടാകുന്നത്. ഒരു അളിഞ്ഞ വർത്തമാനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അച്ഛൻ അതിഭീകരമായിട്ട് ആ ഒരു പെൺകുട്ടിയെ അടിച്ചു എന്ന് പറയുന്നു, രണ്ടുപേരെ അടിച്ചു എന്ന് പറഞ്ഞു, അവരെ പുറത്താക്കി. അപ്പൊ അവരെവിടെ റൂം എടുത്ത് താമസിക്കുന്നു. അടിച്ചതിന്റെ പാടുകളെ കാണിക്കുന്നു, മാല പൊട്ടിന്റെ പാട് കാണിക്കുന്നുണ്ട്, ആ പെൺകുട്ടി ഗർഭിണിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് സംഗതിയൊക്കെ മാറിപ്പോകുന്നു കേട്ടോ. സംഗതി വേറെ വിഷയത്തിലേക്ക് എത്തും. സംഗതി ഒരു ഗാർഹിക പീഡനാണ്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു കേട്ടോ. അല്ലാതെ ഏതെങ്കിലും ഫാമിലി, ഞാൻ ഈ ഇത്തരം ഫാമിലി വ്ളോഗുകൾ ഒന്നും കാണാറില്ല. കാരണം എനിക്കറിയാം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ്. ഈ സാധാരണ ഒരു എന്താ പറയുക റിയാക്ഷൻ വീഡിയോ എടുക്കുന്ന എനിക്ക് തന്നെ ഇത് എടുക്കാനുള്ള സമയം, അപ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ചില തടസ്സങ്ങൾ, നമ്മുടെ മാനസികാവസ്ഥകൾ, ഇത് എഡിറ്റ് ചെയ്യണം. ഇത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണം. അതിന് നല്ലൊരു തമ്പനയിൽ കണ്ടെത്തണം, നല്ലൊരു ചിത്രം കണ്ടെത്തണം. ഇതൊക്കെ ഇട്ട് സമയം ഷെഡ്യൂൾ ചെയ്യണം. എന്നിട്ട് എത്ര പേര് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിയണം, ഷെയർ ചെയ്യണം. എന്തോ ഒരു മെനക്കെടാന്നറിയോ. ഇങ്ങനെ കുറെ മെനക്കെടുത്തിന്റെ ഉറകിലുണ്ട്. അപ്പോൾ ഒരു ഫാമിലി വ്ളോഗ് എന്ന് വെച്ചാൽ ഇതിനേക്കാൾ ഇരട്ടി പ്രയാസമാണ്. അപ്പോൾ 24 മണിക്കൂർ അഭിനയം മാത്രമായിരിക്കുക എന്നുള്ള അവസ്ഥയായിരുന്നു അവിടെ ആ ഒരു കുടുംബത്തിൽ ഉണ്ടായിരുന്നുള്ളതാണ് ഇപ്പം മനസ്സിലാവുന്നത്. ഇതാണ് റിയൽ ലൈഫ്. അല്ലാതെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് റിയൽ ലൈഫ് ഒന്നും അല്ല. അപ്പോൾ ഇതൊരു കൂട്ടുത്തരവാദിത്തത്തിന് കൂടി കാര്യമാണ് ഫാമിലി വ്ളോഗ് എന്ന് പറയുന്നത്. എൻ്റെ ഇതൊരു കൂട്ടുത്തരവാദിത്വമില്ല. എൻ്റെ മൊബൈലും ഈ നെറ്റിന്റെ പണവും മാത്രം നോക്കിയാൽ മതി, എൻ്റെ സമയം മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലെന്ന് മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഫാമിലി വ്ളോഗ് അതല്ല. എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമാണ്. എല്ലാ കാര്യങ്ങളിലും ഷെയർ ചെയ്യപ്പെടുന്നതിലും ആളുകളെ കാണിപ്പിക്കുന്നതിലും വർത്തമാനം പറയുന്നതിലും ഒക്കെ സൂക്ഷിക്കേണ്ട, അഭിനയിക്കേണ്ട കാര്യമാണ്. അത് എത്ര കാലം അവർക്ക് ഇങ്ങനെ അഭിനയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. സംഗതി ഇങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. സംഗതി അവരെ വീട്ടുകാരെ പറ്റി പറയുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഇതൊരു ഇഷ്യൂ എന്ന രീതിയിൽ പറയുന്നതിനേക്കാൾ, ഈ ഫാമിലി വ്ളോഗുകാർ ഭാവിയിൽ അനുഭവിക്കാവുന്ന പ്രശ്നം ഇന്നതാണെന്ന് മാത്രമാണ് ഞാനത് പറയുന്നത് കേട്ടോ.
എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്നുള്ളത്, ഞാനിതുവരെ കാണാത്ത ആളുകളാണ് ആ 2 ഫാമിലി വ്ലോഗ് ആളുകളും എന്നതിനാൽ നിങ്ങൾക്ക് അവരെ കുറിച്ചുള്ള അഭിപ്രായം എന്തെന്നുള്ളത് ഒന്ന് ഇതിന് താഴെ എഴുതിയിട്ട് കഴിഞ്ഞാൽ നല്ല കാര്യമായിരിക്കും. ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബൈ.